സിനിമയിലെ പകർപ്പവകാശ നിയമം ഇന്നും വ്യക്തതയില്ലാത്തൊരു മേഖലയാണ്. ഈ വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് ബിജു കെ നമ്പ്യാരാണ്. 10 വർഷത്തോളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെന്നൈയിലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസിൽ ട്രേഡ് മാർക്ക് ഡിവിഷൻ്റെ സീനിയർ എക്സാമിനറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ഇപ്പോൾ മുംബൈയിൽ ബൗദ്ധിക സ്വത്തവകാശത്തെപ്പറ്റി സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ലോ ഫേമിൻ്റെ സീനിയർ കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. കോപ്പിറൈറ്റിൻ്റെ വിശദാംശങ്ങളൊക്കെ സംസാരിക്കുന്നതിന് മുൻപ് ആദ്യത്തെ ഒരു സംശയം ഞാൻ ചോദിക്കാം. അത് സാധാരണ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യം. ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുൻപ് ഈ കഥയുടെ അവകാശത്തെക്കുറിച്ചൊക്കെ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്താണ് ഒരു സ്റ്റോറി റൈറ്റ് എന്ന് പറയുന്നത്? ഒരു കഥാകൃത്തിന് എങ്ങനെയാണ് അയാളുടെ കഥയെ നിയമപരമായി സംരക്ഷിക്കാൻ പറ്റുക? കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാഹിത്യ സൃഷ്ടികൾ, അതേമാതിരിയുള്ള മറ്റ് കലാരൂപങ്ങൾ, മ്യൂസിക്, ഇങ്ങനെയുള്ള എല്ലാ കലാരൂപങ്ങൾക്കും മേലെ അവരുടെ സൃഷ്ടാക്കൾക്കുള്ള അവകാശം, നിയമം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അവകാശമാണ് നമ്മൾ ഏറ്റവും ലളിതമായ രീതിയിൽ നിർവചിക്കുകയാണെങ്കിൽ കോപ്പിറൈറ്റ് അല്ലെങ്കിൽ പകർപ്പവകാശം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കോപ്പിറൈറ്റ് നിയമപ്രകാരം ഒരു കലാസൃഷ്ടി, അത് കഥയായിക്കൊള്ളട്ടെ, മറ്റേത് സംഗീതമായിക്കൊള്ളട്ടെ, ഏത് കലാരൂപമാണെങ്കിലും അത് പൂർത്തിയാവുന്നതോടുകൂടി, അതിൻ്റെ രചനാ പ്രക്രിയ പൂർത്തിയാവുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായി അതിൻ്റെ കോപ്പിറൈറ്റ് അതിൻ്റെ രചയിതാക്കൾക്ക് വന്നു ചേരും. അവർ പ്രത്യേകിച്ച് അത് രജിസ്റ്റർ, ഇപ്പം അത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പിറൈറ്റ് രജിസ്ട്രി ഉണ്ട്, രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ കോപ്പിറൈറ്റ് രജിസ്ട്രി ഉള്ളത് ഡൽഹിയിലാണ്. എവിടെയില്ല, മറ്റ് ബ്രാഞ്ച് ഓഫീസുകളോ ഒന്നുമില്ല. ഒറ്റ കോപ്പിറൈറ്റ് രജിസ്ട്രി മാത്രമല്ല, രജിസ്റ്റർ ഓഫ് കോപ്പിറൈറ്റ്സ് ഓഫീസ് ഡൽഹി. അത് ഓൺലൈനിലും രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു രചയിതാവിന്, ഏത് കലാരൂപത്തിൻ്റെയും രചയിതാവിന് ആ സൃഷ്ടി പൂർത്തിയാവുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും അയാൾ അതിൻ്റെ കോപ്പിറൈറ്റ് നിക്ഷിപ്തമാക്കപ്പെടും. ഇതാണ് നിയമം പറയുന്നത്. അത് പ്രസിദ്ധീകരിക്കണ്ടേ? എന്നാലല്ലേ? അതെ, പ്രസിദ്ധീകരിക്കണം. പ്രസിദ്ധീകരിക്കാതെ കൈവശം വെക്കുകയാണെങ്കിൽ അയാൾക്കത് തെളിയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സൃഷ്ടികൾ കോപ്പിറൈറ്റ് രജിസ്റ്റർ ഓഫ് കോപ്പിറൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇങ്ങനെ ഒരു കഥ മോഷ്ടിച്ചു എന്ന് പറയുന്നത്, അയാൾ തെളിയിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അയാളുടെ കഥയെ പൂർണ്ണമായിട്ടും ഈ ഏത് രീതിയിൽ, ഇപ്പോൾ സിനിമയാണെങ്കിലോ ഏത് കലാരൂപങ്ങൾ ആണെങ്കിലോ മറ്റ് നാടകമാണെങ്കിലോ, ഈ കഥയെ പൂർണ്ണമായിട്ടും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സൃഷ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അയാൾ തെളിയിക്കണം. പക്ഷേ നമ്മൾ കോപ്പിറൈറ്റിൻ്റെ വളരെ അടിസ്ഥാനപരമായ ഒരു തിയറി എന്താണെന്ന് വെച്ചാൽ, അടിസ്ഥാന ശില എന്ന് വെച്ചാൽ, കോപ്പിറൈറ്റ് ഒരു ആശയത്തിനൊരിക്കലും കോപ്പിറൈറ്റ് ഇല്ല. ആ ആശയത്തെ എങ്ങനെ വ്യാഖ്യാനിച്ച് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതിനാണ് കോപ്പിറൈറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ത്രികോണപ്രേമം എന്നുള്ളത് ഒരു ആശയമാണ്. ത്രികോണപ്രേമം എന്നുള്ള ആശയത്തിന് ഒരിക്കലും ഒരു കോപ്പിറൈറ്റ് ഇല്ല. അത് താങ്കളെപ്പോലൊരു സംവിധായകൻ ഒരു രീതിയിൽ അത് വ്യാഖ്യാനിച്ചൊരു കഥയുണ്ടാക്കാം, അല്ലെങ്കിൽ സിനിമ ഉണ്ടാക്കാം. മറ്റൊരു സംവിധായകൻ മറ്റൊരു രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആശയങ്ങൾക്കല്ല കോപ്പിറൈറ്റ്. നമ്മളെ ആശയം നമ്മൾ പ്രകടിപ്പിച്ച വിധം, ഒരു കലാകാരനും രചയിതാവും അല്ലെങ്കിൽ സൃഷ്ടികർത്താവും ആ ആശയത്തെ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ച് ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതിനാണ് എപ്പോഴും കോപ്പിറൈറ്റ് ഉള്ളത്. കോടതി ആദ്യം നോക്കുക, ഇതിലൊരു പ്രഥമ ദൃഷ്ടിയ ഇതിലൊരു കേസുണ്ടോ, അല്ലെങ്കിൽ ഇതിനെക്കൊണ്ട് ഇയാൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ, പിന്നെ അയാൾക്ക് അപരിഹാര്യമായ എന്തെങ്കിലും നഷ്ടം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, വളരെ പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമേ ഇനീഷ്യൽ സ്റ്റേജിൽ കോടതി നോക്കുകയുള്ളൂ. 1957 കോപ്പിറൈറ്റ് ആക്ട് പ്രാബല്യത്തിൽ വരുന്നത്. അതിനുശേഷം കാലാനുസൃതമായി അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പുതിയ ടെക്നോളജീസ് വന്നപ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കോപ്പിറൈറ്റ് ആക്ടിൽ. ഇപ്പോൾ നിലവിലുള്ള നിയമവ്യവസ്ഥയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ ടെക്നോളജി വന്നപ്പോൾ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഈ ആക്ടിൽ വരുത്തിയിട്ടുണ്ട്. സെക്ഷൻ 52A എന്നൊരു പുതിയ സെക്ഷൻ അതിൽ വന്നിട്ടുണ്ട്. അതുപ്രകാരം പുതിയതായി ഒരു സിനിമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷ്വൽ മീഡിയയുടെ CD അല്ലെങ്കിൽ കാസറ്റ് ഇറങ്ങുകയാണെങ്കിൽ, ആ കാസറ്റിൻ്റെ കവറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കാസറ്റിൻ്റെ മുകളിൽ 3 കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്തിരിക്കണം എന്ന് ഒരു വ്യവസ്ഥ വന്നിട്ടുണ്ട്. അതിലാദ്യമായിട്ട് സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ്, സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ്. 2, ഇതിൻ്റെ പ്രൊഡ്യൂസറുടെ ഫുൾ ഡീറ്റെയിൽസ്, അതിൻ്റെ കോപ്പിറൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, പ്രൊഡ്യൂസർക്ക് എങ്ങനെ കോപ്പിറൈറ്റ് കിട്ടിയെന്നുള്ളത്. 3ാമത് കോപ്പിറൈറ്റ് ഹോൾഡറുടെ നെയിം, അഡ്രസ്, പർട്ടിക്കുലേഴ്സ്. ഈ 3 കാര്യങ്ങളും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും വയലേഷൻ വരികയാണെങ്കിൽ 68A പ്രകാരം ഇത് 3 വർഷം വരെ തടവും പിഴയും ഉള്ള
ഒരു വ്യവസ്ഥിതി അതിന് മുകളിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ കോപ്പിറൈറ്റ് നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് സാഹിത്യ സൃഷ്ടികൾ, മ്യൂസിക്കൽ ക്രിയേഷൻസ്, ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫ്, ഫിലിം, സ്കൾപ്ചർ, ശില്പങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, ഇങ്ങനെ എല്ലാ രീതിയിലുള്ള മറ്റ് കലാസൃഷ്ടികൾ, എല്ലാ രീതിയിലുള്ള കലാരൂപങ്ങളും കലാസൃഷ്ടികളും കോപ്പിറൈറ്റ് നിയമത്തിൻ്റെ കീഴിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. രജിസ്ട്രേഷൻ ആവശ്യമായ ഔദ്യോഗിക സംവിധാനമായ ഒരു കോപ്പിറൈറ്റ് രജിസ്ട്രി ഇന്ത്യയിൽ നിലവിലുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. ഒരു കഥ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എത്ര രൂപ ചിലവുണ്ടാവും? കഥ രജിസ്റ്റർ ചെയ്യാൻ വളരെ നാമമാത്രമായ 50 രൂപ മാത്രമേ ഒരു കഥ നമ്മൾ കോപ്പിറൈറ്റ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ചിലവ്, ഒഫീഷ്യൽ ഫീ എന്ന് പറഞ്ഞാൽ അത്ര മാത്രമേ ഉള്ളൂ. കോപ്പിറൈറ്റ് ആക്ടിൽ സെക്ഷൻ 44 പ്രകാരം ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റ്സിൻ്റെ ഓഫീസിൽ ഒരു രജിസ്റ്റർ ഉണ്ടാവും. ആ രജിസ്റ്ററിൽ നമ്മൾ ഇതിൽ പർട്ടിക്കുലേഴ്സ് എല്ലാ ഡീറ്റെയിൽസും വേണം. കോപ്പിറൈറ്റിനെ സംബന്ധിച്ച് ആരുടെ പേരിലാണ് കോപ്പിറൈറ്റ്, എന്തിനാണ് കോപ്പിറൈറ്റ്, ആ കോപ്പിറൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, നെയിം ആൻഡ് അഡ്രസ്സ്, ആരുടെ പേരിൽ കോപ്പിറൈറ്റ്, അതിൻ്റെ അഡ്രസ്സ്, ഈ കോപ്പിറൈറ്റിൻ്റെ പർട്ടിക്കുലേഴ്സ്, എന്ത് സബ്ജക്റ്റിന് മുകളിലാണ് കോപ്പിറൈറ്റ്, ചിലപ്പോൾ ടൈറ്റിൽ വരെ നമുക്ക് വേണമെങ്കിൽ കോപ്പിറൈറ്റ് എടുക്കാൻ പറ്റും. അത് ഈ രജിസ്റ്ററിലാണ് എൻട്രി ചെയ്യുക. ഈ രജിസ്റ്ററാണ് ബുക്ക് ഓഫ് റെക്കോർഡ്.